കാർത്തിക കൊയിലാണ്ടിക്കാരിയാണ്. കേരളോത്സവത്തിന്റെ ഭാഗമായിട്ടൊക്കെ സംസ്ഥാന കേരളോത്സവത്തിലൊക്കെ 1ാം സ്ഥാനം നേടിയതൊക്കെ കാർത്തിക പാടിയ പാട്ടുകൾക്കായിരുന്നു. നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ കാർത്തികയെ പരിചയപ്പെടുത്തട്ടെ. അടുത്ത ആളെ പരിചയപ്പെടുത്തട്ടെ. ചെറിയ മോച്ചായല്ലേ രണ്ടാളും? ഏകദേശം ഒരേപോലെ തോന്നണില്ലേ? അനിയനാണ്. അഭിനവ് എന്നാണ് പേര്. മഞ്ചേരി NSS കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് പാസ് ഔട്ട് ആയി നിൽക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്. നമ്മുടെ അക്വസ്റ്റിക് സ്റ്റുഡിയോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്തത് അഭിനവാണ്. അഭിനവിനെ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുന്നു. ലീഡ് ഗിറ്റാർ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പേര് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിനെ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തട്ടെ. സിദ്ധാർത്ഥിന്റെ ഏട്ടനാണ് സുധേവ്, വയലിൻ വായിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അപ്പോൾ ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുന്നു. സിദ്ധാർത്ഥ് MAMO കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം സിദ്ധാർത്ഥിന് വേണ്ടിയിട്ട്. അടുത്ത പാട്ടുകളിലേക്ക് പെട്ടെന്ന് പോവാം. എന്തായാലും സൗണ്ട് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് മിക്സ് ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ സൽജാസ് അവിടെ ഉണ്ട്. സൽജാസിന് നല്ലൊരു കൈയടി കൊടുക്കാം. സൽജാസ്കയ്ക്ക് വേണ്ടി കൊണ്ടുപോട്ടിക്കാരനാണ്. സൽജാസ്കന്റെ അടുത്ത് നമ്മുടെ മാനേജ് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്ന പാട്ടുകാരനും കൂടിയായിട്ടുള്ള ശ്രീഹരി അവിടെ ഉണ്ട്. ശ്രീഹരിക്ക് ഒരു കൈയടി കൊടുക്കാം. അവിടെ ലൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ മിക്സ് ചെയ്ത് സൗണ്ടിന്റെ പ്രിയപ്പെട്ടവര് എല്ലാവർക്കും ടെക്കിന്റെ ഭാഗമായി നിന്ന് ഒരുപാട് ഏട്ടന്മാര് കൂട്ടുകാർ എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം എനർജിയിൽ. എന്തായാലും ഇവിടെ 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും അതിഗംഭീരമായി പരിപാടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കലാകാരൻ എന്നുള്ള രീതിയിൽ ഈ വേദിയിൽ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കട്ടെ, കോവിഡ് വന്ന് അറ്റമുട്ടി